ഹലോ, അസ്സാം വലൈക്കും. നമ്മളങ്ങനെ മഞ്ചേരി അങ്ങാടിയിൽ പോയിട്ട് നമുക്ക് മറ്റേ സ്റ്റിക്കിൻ്റെ ബൂട്ട് റെസ്റ്റ് വാങ്ങാം. അതിന് വേണ്ടി മഞ്ചേരി അങ്ങാടിയിൽ ബസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബസ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇത് സത്യത്തിൽ ഞങ്ങൾക്ക് വജ്ജ് വെച്ചേക്കണം. അങ്ങാടിയിൽ പോയി സ്റ്റാൻഡാണിത്, മഞ്ചേരി സ്റ്റാൻഡിൽ കൂടെ നമ്മളിങ്ങനെ പോയി. അവിടെ ഒരു ബസ് ഡ്രൈവറാണെന്ന് തോന്നുന്നുണ്ട്, യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. അയാൾ ചോദിച്ചപ്പോൾ അതിൻ്റെ അപ്പുറത്താണിത് വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മഞ്ചേരി അങ്ങാടി തിരിച്ച് പോരുകയാണ്. ഈ റോട്ടിന് ഇങ്ങനെ കയറി പോകണം. മഞ്ചേരി അങ്ങാടി കഴിഞ്ഞിട്ട് പാണ്ടിക്കാട് റോട്ടിന്, പാണ്ടിക്കാട് റോഡ് ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞുകൊണ്ട് മേലേക്ക് കയറിപ്പോയിട്ട് അവിടെയാണ് ആ കട ഉള്ളത്. നമ്മൾ കട കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ വണ്ടൂർ ഒരു ആൾ നമ്മളോട് പറഞ്ഞാണ് ഇവിടെ ഈ കടയിൽ അത് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ പോയി താഴത്ത് പോയി. ഇവിടെ ഉണ്ട് കട. നമ്മളെ കണ്ട സുപ്രിയ എന്നാണ് അതിൻ്റെ കടൻ്റെ പേര്. അപ്പം ഇങ്ങനെ ഇതാണ് കട, സുപ്രിയ. മഞ്ചേരി സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഈ കട ഉള്ളത്. പോയി നോക്കാം. ഏതായാലും ഇവിടെ കയറി ചെന്ന് അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഡീലിങ്ങൊക്കെ എന്താ പക്കാ ഡീലിങ് കേട്ടോ. അവർ സുപ്രിയ മെഡിക്കൽസ് ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ അടിയത്തുണ്ട് ചോദിച്ച് അവർ വന്ന്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ എത്ര യാത്ര ചെയ്തുകൊണ്ട് എൻ്റെ ബാൻഡേജ് അഴിഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ അഴിഞ്ഞ് ചാടിയിട്ടുണ്ട്. അതിന് ചുറ്റിയിട്ട് വേണം. അതവിടെ വെച്ച് പോകുന്നു. ഈ ആൾ പറഞ്ഞ് കൊടുത്തരാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ. ഇപ്പോൾ കുറേ അടുത്തുനിന്ന് ഇതാണ് ഈ ഇതായിരുന്നു, ഈ ബ്ലാക്ക് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു. ടയറിൻ്റെ ആണ്, പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി നമ്മൾ, ഈ ബ്ലൂ. അതിന് ടൈറ്റാവിന് കയറ്റി നോക്കിയപ്പോൾ ശരിയാവുന്നുണ്ട്. ഇട്ട് നോക്കിയിട്ട് എടുത്ത നമ്മൾ. കാണുമ്പോൾ ഇത് നിസ്സാരമാണ്, പക്ഷേ ഇതില്ലാതെ എനിക്ക് ഒരു അടി നടക്കാൻ കഴിയില്ല. സ്ലിപ്പാവും. അടിയിൽ ആ സ്റ്റീല് തട്ടിയാൽ സ്ലിപ്പായി കുറേ തവണ ഞാൻ വീണിട്ടുണ്ട്. അതാണ് സംഭവം. 60 റുപ്യ ഉള്ളൂ ഇപ്പോൾ അതിന്. ഇതിന് വാങ്ങി 90 റുപ്യായിരുന്നു. ഇപ്പോൾ 60 റുപ്യ. ഇവിടെ വന്നപ്പോൾ 60 റുപ്യ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഏതായാലും വാങ്ങി സന്തോഷമായി. നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ്. വീട്ടിലെത്തി. ഇപ്പോൾ ഇറങ്ങുകയാണ്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ.